ചെറുതിന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് പൊക്കോണ്ടിരുന്ന തെക്കാശം നിൽക്കുന്ന അദ്ദേഹം കൂട്ടിയത് അതിനപ്പുറത്ത് ആഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ ഓണത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങുവാണ് മക്കളെ. നമ്മുടെ ഭവാനി അമ്മൂമ്മ രാവിലെ സെറ്റ് സാരിയൊക്കെ ഉടുത്തിട്ട് എല്ലാവരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും കനകവും ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുന്നതിന് മുമ്പ് എല്ലാവരും കൂടി അങ്ങ് എത്തിക്കൊള്ളണം എന്നും പറഞ്ഞ് ചൂരലായിട്ട് വന്ന് എല്ലാവരും എഴുന്നേൽപ്പിക്കുന്നുണ്ടേ. പിന്നത്തെ എപ്പിസോഡിൽ ശിവാനി എല്ലാവരും ഉണ്ട് കേട്ടോ, സിദ്ധു ഉണ്ട്, ലച്ചു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ചൊക്കെ ഒരുങ്ങി അമ്പലത്തിൽ പോകാൻ റെഡിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ പോകുവാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുവാണ്. അപ്പൊ നമ്മുടെ സിദ്ധുവിന്റെ അമ്മ ഇങ്ങനെ പറയുകയാണ്, പണ്ട് സിദ്ധു എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിരുന്നതാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പൊ നമ്മുടെ കൊച്ചുണ്ടല്ലോ കല്ലുമോള് എടുത്തു വായിക്കും പറയുന്നുണ്ട്, അല്ലേലും അമ്മയുടെ കൂടെ കൂടിയതിന് ശേഷം അപ്പ ഇങ്ങനെ ചീത്തായി പോയേ എന്ന് പറയുക കേട്ടോ. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് പോകുവാണ്. ശേഷം എല്ലാവരും കൂടി നമ്മുടെ മുത്തശ്ശിയോട് ഭവാനി അമ്മൂമ്മയോട് ഓണക്കോടി ചോദിക്കുന്നു. അപ്പൊ ലച്ചു ഇങ്ങനെ പറയുന്നുണ്ട്, ഈശ്വര ഇത്തവണ അമ്മൂമ്മ ആർക്കൊക്കെ ഓണക്കോടി മേടിച്ചു കൊടുക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ കേശു ലച്ചുവിനോട് പറയുന്നുണ്ടേ, നമുക്ക് അപ്പുറത്ത് വലത്തുവശത്ത് നിൽക്കുന്ന തേക്ക് വെട്ടണോ അല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആഞ്ഞിൽ വെട്ടണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് രണ്ടുപേരും കൂടി അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഭവാനിയമ്മൂമ്മ എടാ എന്തൊക്കെയാടാ ഈ പറയുന്നേ എന്നും പറഞ്ഞിങ്ങനെ തലയിൽ കൈവച്ച് നിൽക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കും, എന്തൊക്കെ നമ്മുടെ കേശുവും ലച്ചും കൂടെ വിറ്റ് പെറുക്കും, എന്തൊക്കെ പണികൾ നമ്മുടെ ഭവാനിയമ്മൂമ്മയ്ക്ക് കിട്ടും എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ. ഇനി ആരെങ്കിലും നമ്മുടെ ഓണത്തിന് സർപ്രൈസ് ആയിട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരോ ഗൈസ്? അങ്ങനെയാണെങ്കിൽ അടിപൊളിയാവും അല്ലേ? കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.